ാണുള്ളത് ഓക്സൈഡ്സിനെ കുറിച്ച്. ഇപ്പൊ ഓക്സൈഡ്സ് നോക്കുകയാണെങ്കിൽ ദ മെറ്റൽ readily tarnish in air and on heating in oxygen they all give oxides Ln2O3. നമ്മൾ ലാന്തനൈഡ്സ് എയറിൽ റിയാക്ട് ചെയ്താൽ ഓക്സിജൻ റിയാക്ട് ചെയ്താൽ അവർ ഫോം ചെയ്യുന്ന ഓക്സൈഡ്സിന്റെ ഫോർമുല എന്ന് പറയുന്നത് Ln2O3 ടൈപ്പ് ആണ്. ഇത് നമ്മുടെ കാൽഷ്യം ആൻഡ് ബേരിയം ഗ്രൂപ്പ് എലമെന്റ്സ് കാണിക്കുന്നത് പോലെയാണ് ഇവർ കാണിക്കുന്നത്. പക്ഷെ സീരിയം മാത്രം, ഈ ഒരു കേസിൽ സീരിയം മാത്രം ലാന്തനൈഡ്സിൽ ഫോം ചെയ്തത് CO2 ആണ്. ബാക്കി എല്ലാവരും ഫോർമുല Ln2O3 എന്നാണ്. The oxides are also ionic and basic. അതുപോലെ നമ്മൾ ഈ ഓക്സൈഡ്സ് എന്ന് പറയുന്നത് അയോണിക്കും ആണ്, അതുപോലെ തന്നെ ബേസിക് ക്യാരക്ടറും ആണ്. ആൻഡ് റെഡിലി റിയാക്ട്സ് വിത്ത് വാട്ടർ ടു ഗിവ് ഹൈഡ്രോക്സൈഡ്സ്. ഇവർ വാട്ടറോട്ട് റിയാക്ട് ചെയ്താൽ നമ്മൾ ഈ ഓക്സൈഡ്സ് വാട്ടറോട്ട് റിയാക്ട് ചെയ്താൽ ഹൈഡ്രോക്സൈഡ്സ് ഫോം ചെയ്യും. And YB and Lu form a protective oxide film which prevents the whole metal forming oxide unless heating to 1000 degrees Celsius. അപ്പോൾ 1000 ഡിഗ്രി സെൽഷ്യസ് വരെ ഹീറ്റ് ചെയ്യുന്നതിന്റെ അത്രയും കുറവില് ഈ YB and Lu എലമെന്റ്സ് എന്ത് ചെയ്യുന്നത് ഒരു പ്രൊട്ടക്റ്റീവ് ഓക്സൈഡ് ഫിലിം ഫോം ചെയ്യും. ആ പ്രൊട്ടക്റ്റീവ് ഓക്സൈഡ് ഫിലിം കാരണം ഹോൾ മെറ്റൽ ബാക്കിയുള്ള എല്ലാ മെറ്റൽസിനെയും ഓക്സൈഡ് ഫോം ചെയ്യുന്നതിന് പ്രിവെന്റ് ചെയ്യും. അപ്പോൾ ബാക്കിയുള്ള മെറ്റലിനെ ഓക്സൈഡ് ഫോം ചെയ്യുന്ന പ്രിവെന്റ് ചെയ്യാൻ ആർക്ക് പറ്റും? YBക്കും LUക്കും പറ്റുമെന്നാണ് പറഞ്ഞു വരുന്നത്. നെക്സ്റ്റ് ഹൈഡ്രൈഡ്സിനെ കുറിച്ച് നോക്കാം. അപ്പൊ ലാന്തനൈഡ്സ് ഹൈഡ്രൈഡ്സിന്റെ സൈസ് നോക്കുകയാണെങ്കിൽ അവർ മെറ്റൽ റിയാക്ട് ചെയ്താൽ H2 ഫോം ചെയ്യും. And this requires heating up to 300 to 400 degrees Celsius to initiate the reaction. റിയാക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 300 400 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ ഹൈഡ്രേറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഹീറ്റ്. ദ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഡൈഹൈഡ്രേറ്റ്സ് ഫോം ചെയ്യും LnH2. ആ ഡൈഹൈഡ്രേറ്റ്സ് നമുക്ക് സോളിഡ് ആണ്, ബ്ലാക്ക് ഇലക്ട്രിക് കണ്ടക്ട് ചെയ്യും. അവർ കണ്ടത് ഈ Ln എന്ന് പറഞ്ഞ ഫോം ആണ്. അതുപോലെ തന്നെ അവർക്ക് 2H- അയോൺ ഉണ്ട്, അതുപോലെ ഒരു ഇലക്ട്രോണും ഉണ്ട്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഒക്കപ്പൈ ചെയ്യാൻ പറ്റും. അപ്പൊ കണ്ടക്ഷൻ ബാൻഡിൽ ഒക്കപ്പൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് എന്തുണ്ട്? അവർക്ക് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് എക്സെപ്ഷൻസ് ആർ EU and YB വിച്ച് ഫോം ഡൈവാൽഡ് കോമ്പൗണ്ട്സ്. എന്നാൽ EU and YB കേസാണ് ഇവിടെ എക്സെപ്ഷൻ ആയിട്ട് വരുന്നത്. അവർ EuH2 and YbH2 ആണ് ഫോം ചെയ്യുന്നത്. ആൻഡ് ദേ ആർ സാൾട്ട് ലൈക്ക് ആൻഡ് കണ്ടെയ്നിങ് M2+ ആൻഡ് 2H. അവരത് സാൾട്ട് ലൈക്ക് ആണ്. അവർക്ക് M2+ ഉണ്ടാവും, അതുപോലെ തന്നെ 2H ഉണ്ടാവും. ആൻഡ് YB ഫോംസ് നോൺ സ്റ്റോഷിയോമെട്രിക് ഹൈഡ്രൈഡ്. ഈ YB നോർമലി ഫോം ചെയ്യുന്നത് നോൺ സ്റ്റോഷിയോമെട്രിക് ഹൈഡ്രൈഡ് ആണ്. അതായത് റേഷ്യോ മര്യാദക്കില്ലാത്ത ഒരു ഹൈഡ്രൈഡ് YbH 2.5 അങ്ങനെ ഒരു പോയിന്റിലൊക്കെ റേഷ്യോ ഇല്ലാത്ത ഒരു ഹൈഡ്രൈഡ്സ് ആണ്, നോൺ സ്റ്റോഷിയോമെട്രിക് ഹൈഡ്രൈഡ്സ് ആണ് നമ്മൾ YB ഫോം ചെയ്യുന്നത്. ആൻഡ് ദിസ് ഹൈഡ്രൈഡ്സ് ജനറലി ലിബറേറ്റ് ഹൈഡ്രജൻ ഫ്രം വാട്ടർ. ഈ വാട്ടറിലാണെങ്കിൽ എന്ത് ചെയ്യും? ഈ ഹൈഡ്രൈഡ്സ് ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യും. And are stable to heat up to 900 degrees Celsius and react with oxygen to form oxides. അതുപോലെ ഏകദേശം 900 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മുടെ ഈ സംഭവം സ്റ്റേബിൾ ആണ്. പിന്നെ ഓക്സിജൻ റിയാക്ട് ചെയ്താൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്സൈഡ്സ് ഫോം ചെയ്യാനും പറ്റും. The dihydrogens take up H when heated under pressure and all, but EU form a salt-like hydrogens LnH3. ഇനി യൂറോപ്പിന്റെ കേസ് നോക്കുകയാണെങ്കിൽ അവർ എന്ത് ചെയ്യും? സാൾട്ട്-ലൈക്ക് ഹൈഡ്രേറ്റ്സ് ആണ് ഫോം ചെയ്തത്. LnH3 പോലത്തെ സാൾട്ട്-ലൈക്ക് ഹൈഡ്രേറ്റ്സ് ആണ് ഫോം ചെയ്യുന്നത്. അവർക്ക് എന്തുണ്ട്? 3H ഉണ്ട്. And since there are no decolorized electron, they don't show metallic conduction. LnH3 ഒന്നുമില്ല, മെറ്റാലിക് കണ്ടക്ഷൻ ഒന്നുമില്ല. നമ്മള് നേരത്തെ പറഞ്ഞ കേസിൽ എന്തുണ്ട്? ചില ആൾക്കാർക്കൊക്കെ കണ്ടക്ഷൻ ബാൻഡ് ഒക്കെ ഉണ്ട്. അത് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഒക്കെ പാസ് ചെയ്യാൻ പറ്റും, കറണ്ട് പാസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ എക്സെപ്ഷൻ കേസ് ഉണ്ട്. ഇതിലാണ് EU വരുന്നത്. സാൾട്ട് ലൈക്സ് ആണ് ഫോം ചെയ്യുന്നത്, അതുകൊണ്ട് മെറ്റാലിക് കണ്ടക്ഷൻസ് ഒന്നും ഫോം ചെയ്യാൻ പറ്റില്ല. ജനറലി നോക്കുകയാണെങ്കിൽ 2+2H2. Halides LnH3 can be prepared by heating the metal with halogen. നമ്മൾ ലാന്തന്റെ മെറ്റലിനെ ഹാലോജൻ റിയാക്ട് ചെയ്താൽ അവർ ലാന്തന്റെ ഹാലൈഡ്സ് ഫോം ചെയ്യും. അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് LnH3 ആണ്. It can also be prepared by heating the oxide with excess of ammonium halide. ഇപ്പൊ അമോണിയം ക്ലോറൈഡ് പോലത്തെ എന്തെങ്കിലും സാധനം ഉപയോഗിച്ചിട്ട് Ln2O3 അതിന്റെ ഓക്സൈഡ്സിനെ ഹീറ്റ് ചെയ്താൽ 300 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് ചെയ്താലും ക്ലോറിൻ അതിന്റെ ഹാലൈഡ്സ് ഫോം ചെയ്യാം. Ln2O3 plus 6NH4 which is 2LnCO3. അങ്ങനെ ഹാലൈഡ് കിട്ടി plus 6NH3 plus 3H2O. The fluoride are for bottoms the halides. Also fluoride particle ഈ ഹാലൈഡ്സിനെ കുറച്ചും കൂടി ഇൻസുലിബിറ്റ് ആളുകൾ
addition of HF acid or Na plus F minus precipitates the fluorides from the Ln3 plus solution. നമ്മൾ ഈ HF പോലത്തെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത് ചെയ്യും Ln3 പ്ലസ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും ആൻഡ് ഇത് നമുക്ക് എന്ത് ചെയ്യാം അതുകൊണ്ട് നമുക്ക് കാലറി സ്ട്രെസ് ആയിട്ട് ഉപയോഗിക്കും. കാരണം എന്താ ഈ ഹാലൈഡ്സിന് F ആണ് പിന്നെ ഇൻസുലിബിലിറ്റി ഉള്ളത്. അപ്പൊ ഇൻസുലിബിലിറ്റി കാരണം നമ്മൾ HF ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും അവിടെ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഇതൊരു കാറ്റലിസിസ് ടെസ്റ്റ് ആയിട്ട് ലാന്തനൈഡ്സിന്റെ കേസിൽ യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ദ ഫ്ലൂറിഡ്സ് particularly of heavier lanthanides ഈ ഫ്ലൂറൈഡ്സ് എന്ന് പറയുന്നത് ഹെവി ലാന്തനൈഡ്സിന്റെ കൂടിയാണ് അത് ഇന്ററാക്ട് ചെയ്യുക. കാരണം അവരുടെ അയോൺസ് എന്ന് പറയുന്നത് സ്മോൾ ആയിട്ട് and are slightly soluble excess HF. HF എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി സൊല്യൂബിൾ ആണ് ആൻഡ് ഫോർമേഷൻ ഓഫ് എ soluble complex അല്ലെങ്കിൽ soluble complex ഫോം ചെയ്യും. And then when it dissolved in 3M nitric acid saturated with boric acid. Smaller acid. Just and delicate soluble in water. They crystallizes chloride forms. If the hydrate heated, they form oxohalides. And ഇങ്ങനെ hydrates form ചെയ്യും. Chlorides hydrates ആണ് form ചെയ്യുന്നത്. Heat and oxohalides form. So instead of dehydrating of anhydrous halides, and however, cerium gives CO2. I mean, cerium simple CO2 form ചെയ്യും. And bromides hydrates are similar chlorides. LNC 662. ഇതാണ് നമ്മൾ അതിന്റെ ഒപ്പം LNOCl ഓക്സോഹാലൈഡ് ഫോം ചെയ്തു പ്ലസ് 3H2O പ്ലസ് 2HCO ആണ് ഹാലൈഡിന്റെ കേസ് വരുന്നത്. നെക്സ്റ്റ് നോക്കേണ്ടത് കാർബൈഡ്സിന്റെ കേസ്. കാർബൈഡ്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ലാന്തനൈഡ് ഓൾസോ ഫോംസ് കാർബൈഡ്സ് ഓഫ് സ്റ്റോഷിയോമെട്രി LnC2 ആൻഡ് LN4C2 thrice. ഈ രണ്ട് ഫോമിലാണ് കാർബൈഡ്സ് ഫോം ചെയ്യുന്നത്. ആൻഡ് ദേ ആർ ഫോംഡ് ബൈ ദ ആർക്ക് melting of the metals with carbon in a inert atmosphere. And they can also formed by reducing the oxides of Ln2O3. ഇത് നമുക്ക് എങ്ങനെ ഫോം ചെയ്യാം? Ln2O3 റെഡ്യൂസ് ചെയ്തിട്ട് ഫോം ചെയ്യുന്നുണ്ട് കാർബൈഡ്സ് വിത്ത് കാർബൺ ഇലക്ട്രിക് ഫർണസ്. ഇലക്ട്രിക് ഫർണസിൽ Ln2O3 നമ്മൾ റെഡ്യൂസ് ചെയ്യുക കാർബൺ യൂസ് ചെയ്തിട്ട്. അപ്പൊ എന്ത് ചെയ്യുന്നില്ല അതിന്റെ കാർബൈഡ്സ് LnC2 ആർ മോർ റിയാക്റ്റീവ് ദാൻ ദാറ്റ് ഓഫ് CaC2. അതിന്റെ കാർബൈഡ്സ് ആണ് എന്ത് മോർ റിയാക്റ്റീവ്. And they react with water to give ethyne, hydrogen, ethyne and ethylene. വാട്ടർ റിയാക്ട് ചെയ്താൽ ഈ വക സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും. And they are best described as acetylides of Ln3 plus and C2 minus and the extra electron in the conduction band which make this show metallic conductivity. അപ്പൊ ഇവിടെയും കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് എക്സ്ട്രാ ഉള്ളത് കൊണ്ട് തന്നെ എന്തുണ്ട് മെറ്റാലിക് കണ്ടക്ടിവിറ്റി ഷോ ചെയ്യും. ജസ്റ്റ് ഇത് ഫോമിലും കൂടെ അറിഞ്ഞിരിക്കാം. 2LnC2 plus 6H2O gives 2LnOH thrice form ചെയ്യും plus 2C2H2 plus H2. ഇനി C2H2 ഹൈഡ്രജൻ റിയാക്ട് ചെയ്ത് എന്ത് സംഭവിക്കും? C2H4 ഫോം ചെയ്യും. അത് ഹൈഡ്രജൻ C2H6 ഫോം ചെയ്യും. നെക്സ്റ്റ് റിയാക്ഷൻ വിത്ത് അതർ എലമെന്റ്സ്. So numerous other compounds are obtained by direct reaction of lanthanides at a elevated temperature. So എന്താ പറയാ നമ്മൾ ഈ ലാന്തനൈഡ്സിനെ എവിടെ ടെമ്പറേച്ചർ റിയാക്ഷൻ നടത്തിയാൽ പല തരത്തിലുള്ള കോമ്പൗണ്ട്സും ഫോം ചെയ്യുന്നുണ്ട്. മിസ്സേ തൊട്ട് മേളത്തെ ഇക്വേഷന്റെ അകത്തെ C2H4 നിന്ന് -H2 പോകുമ്പോ C2H6 അതെങ്ങനെയാ? രണ്ട് ഹൈഡ്രജൻ പോവല്ലേ ചെയ്തേ? അത് മൈനസ് ഹൈഡ്രജൻ ആഡ് ചെയ്തത് മൈനസ് ആഡ് ചെയ്യുന്നതാണ് പ്ലസ് ആണ് പ്ലസ് ആണ്. ഓക്കെ മിസ് മൈനസ് അല്ല പ്ലസ് ആണ്. ഓക്കെ മിസ് ഓക്കെ. അപ്പൊ നെക്സ്റ്റ് പറയാൻ പോകുന്നത് എലമെന്റ്സ് ആയിട്ടുള്ള ലാന്തനൈഡ്സിന്റെ റിയാക്ഷൻസ്. നമുക്ക് ലാന്തനൈഡ്സിന്റെ ഡയറക്റ്റ് റിയാക്ഷൻ വഴി ഒരുപാട് കോമ്പൗണ്ട്സ് കിട്ടുന്നുണ്ട്. അപ്പൊ elevated temperature with some elements group 5 elements X equal to L P AS HB or bismuth. അപ്പൊ നൈട്രജന് അല്ലെങ്കിൽ ഫോസ്ഫറസ് ആർസനിക് ആന്റിമണി ബിസ്മത്ത് ഇങ്ങനെ ഗ്രൂപ്പ് 5 എലമെന്റ്സിന്റെ ഒക്കെ റിയാക്ഷനുമായി ലാന്തനൈഡ്സ് ആയിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് ഒരുപാട് എലമെന്റ്സ് കിട്ടുന്നുണ്ട്. ഇത് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. The sulfide are formed by reaction of the chloride with hydrogen sulfide at 100 degrees Celsius. Sulfide form അതുപോലെ ലാന്തനൈഡ് ഓൾസോ റിയാക്ട് വിത്ത് ബോറോൺ അറ്റ് elevated temperature. സോ ലാന്തനൈഡ്സിന് ബോറോൺ ആയിട്ടും റിയാക്ട് ചെയ്യാൻ എന്ത് ഫോം ചെയ്യാൻ പറ്റും? ബോറൈഡ്സ് ഫോം ചെയ്യാൻ പറ്റും. LnBF4 and LnBsix. അപ്പം
ഓർമ്മിക്കുക ലാന്തനൈഡിൽ ഒരുപാട് എലമെന്റ്സ് ആയിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റും. എസ് ഗ്രൂപ്പിൽ 5th ഗ്രൂപ്പിലെ എലമെന്റ്സ് ആയിട്ടൊക്കെ റിയാക്ട് ചെയ്യാൻ പറ്റും. സൾഫറായിട്ട് റിയാക്ട് ചെയ്ത് സൾഫൈഡ്സ് ഫോം ചെയ്യാൻ പറ്റും. ബോറോണായിട്ട് റിയാക്ട് ചെയ്ത് അതിന്റെ ബോറൈഡ്സ് LnB4 LnB6 അങ്ങനെ ബോറൈഡ്സ് ഫോം ചെയ്യാൻ പറ്റും. LnCl3 plus 3H2S gives Ln2S3. അപ്പൊ സൾഫൈഡിന്റെ ഒരു ഫോമുലയാണ് അവിടെ കൊടുത്തത്. പിന്നെ വിത്ത് ദ ഗ്രൂപ്പ് 5 elements they form LNs etc. and that have a NaCl structure. LnN is hydrolyzed matter in a similar way like ALN. നമുക്ക് അലൂമിനിയം നൈട്രേറ്റ് നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലാന്തനൈഡിൽ നൈട്രൈറ്റ്സ് നമുക്ക് ഹൈഡ്രോളൈസ് ചെയ്യാൻ പറ്റും. ആ സമയത്ത് ലാന്തന ഹൈഡ്രോക്സൈഡ് കിട്ടും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ഓക്സോസൈഡ്സ് നോക്കുകയാണെങ്കിൽ ഓക്സോസൈഡ്സ് ഓഫ് ലാന്തനൈഡ്സ് ഓൾസോ എക്സിസ്റ്റ് വിച്ച് ഇൻക്ലൂഡ്സ് നൈട്രേറ്റ്, ഫോസ്ഫേറ്റ്, കാർബണൈസ്, ഓക്സലൈറ്റ്സ്. ഓക്സോസാൾട്ട് ആര് ഫോം ചെയ്യും? ലാന്തനൈഡ്സും ഓക്സോസാൾട്ട് ആണ് ഫോം എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ആർ ഹൈഡ്രേറ്റ് സാൾട്ട് ഓഫ് കോമൺ which contain LnH2O n times plus which are readily obtained by dissolving the oxide in acid and crystallizing. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹൈഡ്രേറ്റ് സാൾട്ട്സ് ഓഫ് കോമൺ ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഒരു LnH2O n times 3+ അയോൺസ് ഉണ്ടാവും. അതെന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഓക്സൈഡ് ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ആസിഡ് കിട്ടും. എന്നുവെച്ചാൽ ക്രിസ്റ്റലൈസ് ആയിട്ട് വരും പുറത്ത്. അത് ഡബിൾ സാൾട്ട്സ് which are common such as 2Ln2O3, 3MgNO3 choice 24H2O. പിന്നെ ഒരുപാട് കോമൺ ഡബിൾ സാൾട്ട്സ്, മോർ സാൾട്ട് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ലാന്തനൈഡ്സിനും ഡബിൾ സാൾട്ട്സ് ഫോം ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തത്. അത് വലിയ ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കും. അതായത് ലാന്തനൈഡ്സിന് ഓക്സാസിഡ്സ് ഫോം ചെയ്യാൻ പറ്റും, ലാന്തനൈഡ്സ് ഫോം ചെയ്യാൻ പറ്റും, സൾഫൈഡ്സ് ഫോം ചെയ്യാൻ പറ്റും. അങ്ങനെ പല പല കോമ്പൗണ്ട്സും ലാന്തനൈഡ്സിന് ഫോം ചെയ്യാൻ പറ്റും. പിന്നെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4, ഡിഫ്യൂഷൻ സ്റ്റേറ്റ് ഈസ് 10. നമുക്ക് ഈ അറിയാം, ഈ C4+ മാത്രം കാണിക്കുന്ന ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് +4 എന്ന് പറയുന്നത്. ആൻഡ് ലിറ്റിൽ ടു പാരാസിയോഡീനിയം ആൻഡ് ടെർബിയം. ആൻഡ് ഇറ്റ് ഈസ് ദ C4 is the only Ln4+ that exists in solution. അപ്പൊ സൊല്യൂഷനിൽ C4+ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരാൾ എന്ന് പറയുന്നത്, Ln4+ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരാൾ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ സീരിയം മാത്രമാണ്. അപ്പൊ അതിനെ കുറിച്ച് ആ ഒരു കോമ്പൗണ്ട് സീരിയം 4നെ കുറിച്ച് കുറച്ചൊന്ന് നമുക്ക് നോക്കാം. Cerium 4, the high charge of the ion leads it being heavily hydrated and except in strongly acidic solution. അപ്പൊ ഇതിന് സിറിയത്തിന് വലിയ ചാർജ് ആണ്, ഹൈ ചാർജ് ആണ് C4+. അത് കാരണം അത് ഹെവി ആയിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും. ആൻഡ് എക്സെപ്റ്റ് ഇൻ സ്ട്രോങ്ലി അസിഡിക് സൊല്യൂഷൻ. സ്ട്രോങ്ലി അസിഡിക് സൊല്യൂഷനിൽ മാത്രം ഇയാൾ എന്ത് ചെയ്യില്ല? ഹൈഡ്രേറ്റ് ആവില്ല. ആൻഡ് ഹൈഡ്രേറ്റ് C4+ will be hydrolyzed giving polymeric species and HBS. ഹൈഡ്രേറ്റ് C4+ നമുക്ക് ചെയ്യാൻ പറ്റും, ഹൈഡ്രോളൈസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ പോളിമറിക് സ്പീഷീസ് ആയ അല്ലെങ്കിൽ അതുപോലെ തന്നെ H+ യൂസ് ചെയ്ത് നമുക്ക് അവരൊക്കെ ഹൈഡ്രോളൈസ് ചെയ്യാൻ പറ്റും. Cerium 4 ഇൻഫ്യൂഷൻ, അതിനെ നമ്മൾ സെറിക് എന്ന് പറയും. സെറിക് സൊല്യൂഷൻ കേട്ടിട്ടുണ്ടാവും. Cerium 4 നമ്മൾ സെറിക് എന്ന് പറയുന്നത് is obtained by treatment of C3 solution with very powerful oxidizing agent. അപ്പൊ C3 സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യാം? ഓക്സിഡൈസിങ് ഏജന്റ് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ സെറിക് സൊല്യൂഷൻ അല്ലെങ്കിൽ Cerium 4 നമുക്ക് കിട്ടും. അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത് അമോണിയം പെർ അയോഡൈഡ് സൾഫേറ്റ്. അതൊന്ന് നോക്കി വെക്കാം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം. അപ്പൊ അമോണിയം പെർ അയോഡൈഡ് സൾഫേറ്റ് പോലത്തെ ഒരു പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? C3 നമുക്ക് ഓക്സിഡൈസ് ചെയ്തിട്ട് നമ്മളെ Cerium 4 കിട്ടും. ഓർ ബിസ്മത്തേറ്റ് ഇൻ നൈട്രിക് ആസിഡ്, നമുക്ക് ബിസ്മത്തേറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാം. എന്നാൽ പെർ അയോഡൈഡ് സൾഫേറ്റ് അതാണ് കോമൺലി യൂസ് ചെയ്യുക. ആൻഡ് CE4 solution are strong oxidizing agent, so are used in redox titration instead of KMNO4. അതുപോലെ തന്നെ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയതുകൊണ്ട്, C4 സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? റിഡോക്സ് ടൈട്രേഷനിൽ KMNO4 പകരം അല്ലെങ്കിൽ KgCr2 പകരമായിട്ട് നമുക്ക് ആര് ഉപയോഗിക്കാം? Cerium ഉപയോഗിക്കാം. നമ്മൾ ഏതെങ്കിലും ലാബിലൊക്കെ അപ്രോച്ച് ചെയ്ത ഒരു എക്സ്പെരിമെന്റ് ആണ് അത്. And the C4 oxide Cl4 and Cl2 ആക്കി. And they are also used in organic reaction like oxidation of alcohols. പിന്നെ ഈ C4 നമ്മളെ പല പല എന്താണ് ഓർഗാനിക് റിയാക്ഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആൽക്കഹോളിന്റെ ഓക്സിഡേഷന്, ആൽഡിഹൈഡ്, കീറ്റോൺസ്, ആൽഫ കാർബണാറ്റ്, ഇവരൊക്കെ ഓക്സിഡൈസിങ് നമുക്ക് ആരെ ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും? Cerium 4 യൂസ് ചെയ്യാൻ പറ്റും. ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് തന്നെയാണെന്ന് ഓർമ്മിച്ച് വെക്കാം. In solid steric compound include CEO2, NH2 and CF4. അപ്പൊ ഇതിലാണ് സോളിഡ് സെറിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. CO2 അതൊക്കെയാണ്, CO2, NH2 and CF4.
അത് നോട്ട് ചെയ്യാം. CeO2 is white when fused and turned by or പിന്നെ ഈ CO2 ആഗ്രഹിക്കുന്ന ആളാണ്. It is rather inert and not as strong as your alkali. പിന്നെ ഈ CO2 ഇനേർട്ട് ആണ്, അതുപോലെ തന്നെ അങ്ങനെ പെട്ടെന്ന് CO2 നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് സ്ട്രോങ് ആസിഡ്സോ അല്ലെങ്കിൽ ആൽക്കലൈസോ അല്ലാണ്ട് വേറെ ചെറിയ ആൾക്കാർക്കൊന്നും വന്നിട്ട് വേറെ എന്ത് ചെയ്യാൻ പറ്റില്ല, അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അവർ can be dissolved by acids in presence of reducing agent. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആസിഡ്സിനെ ഫോം ചെയ്യാൻ പറ്റും. Ce plus O2 gives CO2. 2COH thrice plus half O2 gives CeO2. 2CO2 plus 3H2O. അങ്ങനെ ആ ഒരു ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നതിന്റെ ആ ഫോർമുല അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇക്വേഷൻ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. The hydrous oxide CO2 NH2 is a yellow gelatinous precipitate. ഈ CO2 NH2 എന്നത് yellow gelatinous precipitate ആണ്. It can be obtained on treating CO4 with bases. CO2 NH2 നമുക്ക് എങ്ങനെ കിട്ടുന്നത്, CO4 സൊല്യൂഷന് ഏതെങ്കിലും ബേസ് ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് CO2 NH2 കിട്ടും. ഇത് resolves fairly easily in acid. CeF4 എന്ന് പറയുന്നത് ഒരു വൈറ്റ് കോമ്പൗണ്ട് ആണ്. അതിനകത്ത് 3-dimensional crystal structure ഉണ്ട്. And just in a and എന്താണ് 3-dimensional ആണ് ഇവർക്കുള്ളത്. Innet and the center of a square antiprism. And it is easily hydrolyzed by water. Water ആയിട്ട് easily hydrolyze ചെയ്യാൻ പറ്റും. It is obtained by treating CeCl3 or CeF3 with fluorine at room temperature. പിന്നെ ബാക്കി ലന്തനൈഡ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ PR, ND and TB and DY also form compounds of +4. ഇവരും +4 ഫോം ചെയ്യും, പക്ഷെ അവർ പറയുന്നത് വാട്ടറിലാണ് സ്റ്റേബിൾ ആണ്. വാട്ടർ സ്റ്റേബിൾ ആയ ഒരേ ഒരാൾ സീലാണ്. occur only as solids and form only oxides and fluoro complexes. ഇവരൊക്കെ fluoro complex ഒക്കെ ആയിട്ടാണ് മോസ്റ്റ്ലി ഇവർ occur ചെയ്യാൻ. And oxidation state നോക്കുകയാണെങ്കിൽ only lanthanide elements SU and YB have aqueous chemistry oxidation state. ഇപ്പൊ SM, EU and YB കാണുന്നുള്ളത് അവർക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് aqueous chemistry +2 ഓക്സൈഡ് ഉള്ളത് SM2+, EU2+, and YB2+. The most stable 2+, it is stable in water, but the solution is strongly reduced. EU2+ എന്നത് ഭയങ്കര സ്റ്റേബിൾ, അയാൾ നടന്നത് വാട്ടർ സ്റ്റേബിൾ ആണ്, പക്ഷെ എന്താണ് ആ സൊല്യൂഷൻ നടന്നത് സ്ട്രോങ്ലി റെഡ്യൂസിങ് ആണ്. And the EU2+ ion is readily obtained by reducing EU3+. EU2+ നമുക്ക് എങ്ങനെ കിട്ടുന്ന വെച്ചാൽ EU3+ നമ്മൾ എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. അപ്പൊ റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് റെഡ്യൂസിങ് ഏജന്റ് വേണം. സിങ്ക് അമാൽഗം ഓർ മാഗ്നീഷ്യം ഒക്കെ ഉപയോഗിച്ചിട്ട് ഇലക്ട്രോളിസിസ് ചെയ്യുക അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുക. ഇത് വഴി നമുക്ക് എന്ത് കിട്ടും, EU3+ നമുക്ക് EU2+ കിട്ടും. And EU2 bears strong similarities to calcium. കാൽഷ്യത്തോട് സ്ട്രോങ് സിമിലാരിറ്റീസ് കാണിക്കുന്ന ഒരാളാണ് EU2 എന്ന് പറയുന്നത്. The insolubility of their sulfates and carbonates in water, the insolubility of dichloride in strong HCl, and the solubility of the metal in liquid ammonia. അപ്പൊ ഇത് സിന്തറ്റിസ് എന്ന് പറയുന്നത് ഇവർക്ക് എന്തുണ്ടാവും, സൾഫേറ്റിലും അതുപോലെ കാർബണേറ്റ്സും വാട്ടറിലൊക്കെ ഇവരെന്താണ് ഇൻസുലിബിൾ ആണ്. അതുപോലെ തന്നെ EU2 എന്ന് പറയുന്നത് ഇൻസുലിറ്റി ഓഫ് ഡൈക്ലോറൈഡ് ഇൻ സ്ട്രോങ് HCl, സ്ട്രോങ് HCl ഡൈക്ലോറൈഡിലും ഇൻസുലിബിൾ ആണ്. ആൻഡ് solubility of the metals in liquid ammonia, liquid ammonia അവർ soluble ആണ്. And they however differ in that halide EUX2 and their magnetic moment of 7.9 BM ആണ് അവർ magnetic moment showing 7 unpaired electrons. 7.9 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, 7 unpaired electrons ഉണ്ട്. whereas Ca compounds are diamagnetic. അങ്ങനെ ഡിഫറെന്റ്, അതായത് കാൽഷ്യം സിമിലർ ആണ് ആര്, നമ്മുടെ EU എന്ന് പറയുന്നത്. പക്ഷെ കാൽഷ്യം കമ്പയർ ഒരു ഡിഫറെന്റ് ഉണ്ട്. ആ ഡിഫറെന്റ് എന്താന്ന് വെച്ചാൽ ഇവർക്ക് എന്തുണ്ട്, അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് തന്നെ മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ട്. പക്ഷെ കാൽഷ്യം നമുക്കറിയാം കാൽഷ്യം ഡയാമാഗ്നറ്റിക് ആണ്. SN2+ and YB2+ can be obtained in electrolytic reduction after that solution. അപ്പൊ SN2+ YB2+ എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യുന്ന വെച്ചാൽ SM3+ ട്രൈവാലന്റ് അയോണായിട്ട് എന്ത് ചെയ്യാം, aqueous solution റിഡക്ഷൻ ചെയ്താൽ നമുക്ക് SM2+ഉം YB2+ഉം കറസ്പോണ്ടൻ്റ് കിട്ടും. Theoretically oxides by IO and form sulfates. Aerate oxides sulfite, hydroxides, carbonates, halides, phosphates ഒക്കെ ഫോം ചെയ്യും. പിന്നെ they form solid iodide compounds LnCl2 and Li2. Dihalides ഫോം ചെയ്യാൻ
പറ്റും. LNX2 കോമ്പൗണ്ട് റിയാക്ട് ഡോണർ സോൾവെന്റ് ടു ഗിവ് സോൾവേറ്റ്സ്. ഈ LNX2 എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഡോണർ സോൾവെന്റ്സ് ഒരു റിയാക്ടേഴ്സ് ആയിട്ട് സോൾവേറ്റ്സ് ഫോം ചെയ്യും. അതിന്റെ എക്സാമ്പിൾ ആണ് LNX2, THF, എക്സ്ട്രാൻസ്. ഇനി മെറ്റാലിക് പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ ദ ഹാർഡ്നെസ്, മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ് ഓഫ് ദ എലമെന്റ്സ് ഓൾ ഇൻക്രീസസ് ഫ്രം CE to LU ഡ്യൂ ടു അട്രാക്ഷൻ ബിറ്റ്വീൻ അറ്റോമിക് അയോൺസ് ഇൻക്രീസസ്, ആറ്റംസ് ഇൻക്രീസസ് ആൻഡ് ദ സൈസ് ഡിക്രീസസ്. അപ്പൊ ഇവര് മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് എല്ലാം നടന്നത് സീറിയം ടു ലുട്ടീഷ്യം ഇൻക്രീസ് ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർ അട്രാക്ഷൻ ബിറ്റ്വീൻ ആറ്റംസ് ഇൻക്രീസ് ചെയ്യണമാണ്. കാരണം സൈസ് ഡിക്രീസ് ചെയ്യും. സൈസ് ഡിക്രീസ് കൊണ്ട് അട്രാക്ഷൻ ആൻഡ് ആറ്റംസിൽ അട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. അത് കാരണം മെൽറ്റിംഗ് ബോയിലിംഗ് പോയിന്റ് ഒക്കെ എന്താണ് ഇൻക്രീസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് മേക്സ് ദം ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ ഹീറ്റ്. അപ്പൊ ഇവരെന്താണ്? ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റ് ആണ്. പിന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും വെച്ചാല് കോർഡിനേഷൻ കോംപ്ലക്സസ് ഫോം ചെയ്യാൻ പറ്റും. Ln3+ ഫോംസ് ഓഫ് ഹൈ കോർഡിനേഷൻ നമ്പേഴ്സ്. Ln3+ന്റെ ഹൈ കോർഡിനേഷൻ നമ്പറുള്ള ഫോം ചെയ്യും. നമ്പർ ഓഫ് Ln ഓൾസോ ട്വൈസ് ആൻഡ് 3+ ഇൻ അക്വസ് സൊല്യൂഷൻ ആർ അപ് ടു 9. അപ്പൊ ഇതിന്റെ കേസിൽ അതിന്റെ കോർഡിനേഷൻ നമ്പർ 9 ആണ്. ആൻഡ് 8 ഫോർ ദ ലേറ്റസ്റ്റ് സ്മോളർ മെമ്പേഴ്സ്. Ln3+ ionic complexes with F minus Ln3+ ഓഡോണർ ലിഗാൻഡ് അതിന്റെ കോംപ്ലക്സ് ഫോം ചെയ്യും. ആൻഡ് എക്സാമ്പിൾ വിത്ത് വാട്ടർ, EDT, ബീറ്റാട്രിക് ആസിഡ് ഓക്സൈഡിങ് ചെയ്യും. അതിന്റെ കോർഡിനേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യും. പാർഷ്യലി ഫ്ലൂറൈഡ് ബീറ്റ ഡൈക്കീറ്റോണിക് ലിഗാൻഡ് പ്രൊഡ്യൂസസ് കോംപ്ലക്സസ് വിത്ത് Ln3+. അത്തരം ഓർഗാനിക് സോൾവെന്റ്സ്. അതുപോലെ ഇവരെന്ത് ചെയ്യും? പാർഷ്യലി ഫ്ലൂറൈഡ് ബീറ്റ ഡൈക്കീറ്റോണിക് ലിഗാൻഡുമായിട്ടും കോംപ്ലക്സ് ഫോം ചെയ്യും. പക്ഷെ അങ്ങനെ ഫോം ചെയ്യുന്ന ആൾക്കാർ വോളറ്റൈൽ ആണ്. അതുപോലെ തന്നെ സൊല്യൂബിൾ ഇൻ ഓർഗാനിക് സോൾവെന്റ്. പിന്നെ ചാർജ് ലിഗാൻഡ്സ് ഹാവ് ഹൈയസ്റ്റ് അഫിനിറ്റി ഫോർ ദ സ്മോളസ്റ്റ് Ln3+ അയോൺ. അതൊന്നും ഓർമ്മിക്കാം. ചാർജ് ലിഗാൻഡ്സിന് എന്തുണ്ടാവും? ഹാവ് ഹൈയസ്റ്റ് അഫിനിറ്റി ഫോർ സ്മോൾ Ln3+ അയോൺ. ചെറിയ Ln3+ അയോണിനായിട്ട് എന്തുണ്ടാകാൻ ഏറ്റവും കൂടുതൽ അഫിനിറ്റി ഉണ്ടാകാം. പിന്നെ അങ്ങനെ ഫോം ചെയ്യുന്ന കുറച്ച് എക്സാമ്പിൾസും പിന്നെ അതിന്റെ ഷേപ്സും ആണ് ഇവിടെ കൊടുത്തത്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. അപ്പൊ നെക്സ്റ്റ് organometallic compounds നോക്കുകയാണെങ്കിൽ the organometallic compounds of lanthanides are dominated by good donor ligands with complexes of accepted ligands being rare. So lanthanides organometallic compounds ഫോം ചെയ്യാൻ പറ്റും. ആ ഫോം ചെയ്ത organometallic compound എന്ന് പറയുന്നതാണ് good donor ligand ആണ്. with complexes of accepted ligands being rare. accepted ligands അത് കുറവാണ്. അധികം ആൾക്കാർ ഡോണർ ലിഗാൻഡ് ആണ്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ the lack of orbitals because the 5d orbitals are empty and the 4f orbitals are buried. So this restricts the number of bonding bonds and that are available for lanthanides. അതൊരു ഗുഡ് ആക്സെപ്റ്റർ അല്ല, പക്ഷെ ഗുഡ് ഡോണർ ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് എന്തില്ല? 5d orbitals എന്ന് പറയുന്നത് empty ആണ്. 4f orbitals എന്ന് പറയുന്നത് ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ്. So this restricts the number of bonding bonds. അത് കാരണം number of bonding bonds restrict ചെയ്യും that are available for lanthanide ion. And the strong electropositive nature of lanthanoids means they need good donor. എന്നിട്ട് നമുക്കറിയാം എന്താണ് അവർ നടത്തുന്ന ലാന്തനോയിഡ്സ് പറയുന്നത് എന്താണ്? സ്ട്രോങ് ഇലക്ട്രോപോസിറ്റിവിറ്റി കൂടുതലാണ്. അത് കാരണം എന്താണ്? അവർ ഗുഡ് ഡോണർ ആണെന്ന് അർത്ഥം. എക്സാമ്പിൾ എന്ന് പറയുന്നത് ആൽക്കോക്സൈഡ്, അമൈഡ് ആൻഡ് ഹാലൈഡ് ലിഗാൻസ് which are both sigma and pi donors and not good accepted ligands. And the bonding in the organometallic lanthanoids complexes that do form a predominantly ionic. ഇവിടെ organometallic lanthanoid കോംപ്ലക്സിന്റെ ബോണ്ട് അയോണിക് നാച്ചർ ആണ് and governed by electrostatic factors and steric requirements. And all organic metallic complexes are strong Lewis acids. അതൊന്ന് ഓർമ്മിക്കാം. നമ്മൾ ഈ organometallic compounds പറയുന്നതാണ് Lewis acids ആണ്. And they're very sensitive to air and moisture. അപ്പൊ ഇങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ എക്സാമ്പിൾസ് ഓഫ് organometallic lanthanoid compounds പറയുന്നത് ഒന്ന് LnCp thrice, അതായത് CP സൈക്ലോപെന്റാഡൈനൽ കോമ്പൗണ്ട്സ് ആയിട്ട് ഫോം ചെയ്യുന്നതാണ്. അതിന്റെ ആ സ്ട്രക്ചർ ഓർമ്മിക്കുക. SM ഫോം ചെയ്യും. ആൻഡ് ദിസ് കോംപ്ലക്സസ് Ln3+ ion with limited number of Ln2+ compounds and sigma bonded alkyl are common with compounds containing cyclopentadiene ligands tending to
ആൻഡ് CP ഗ്രൂപ്പ്സ് ആർ ഇലക്ട്രോസ്റ്റാറ്റിക്കലി ബോണ്ട് ടു സെൻട്രൽ കാറ്റോൺ. ഇവിടെ സൈക്ലോപെൻറ്റഡൈൽ ഗ്രൂപ്പ്സ് അറിയുന്നത് എന്താണ്? സെൻട്രൽ കാറ്റോൺ ആയിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്കലി നന്നായിട്ട് ബൗണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഇറ്റൈൽ സൈക്ലോക്റ്റ, ടെട്രൈൻ, ലിഗാൻസ്. കുറെ കാര്യങ്ങളൊന്നും നോട്ട് ചെയ്ത് വെക്കാം. അതിൻ്റെ ഒരു CE CH ചോയ്സ്. നെക്സ്റ്റ് പിന്നെ എടുക്കാം.